സമസ്തകളുടെ ജമിയത്ത് നമുക്കൊരു നിലപാടുണ്ട്. അത് ഉറച്ച നിലപാടാണ്. ആരോടും വളരെ പക്വതയോടെയും നല്ല തന്മയോടുകൂടിയും പെരുമാറുക എന്ന ശൈലിയാണ്. ഷൈൻ ചെയ്യാൻ കാളമ്പാടി ഉസ്താദ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. ആളാവാൻ കാളമ്പാടി ഉസ്താദ് നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആളാവാൻ ശ്രമിക്കുന്നവനെ വെറുതെ വിടാനും സമസ്ത തീരുമാനിച്ചിട്ടുമില്ല. ആർക്കും വരാൻ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ജനാസ കാണാം. മഹാനായ കാളമ്പാടി ഉസ്താദിന്റെ ജനാസ കാണുന്നതിന് കൊണ്ട് ആര് വരുന്ന കൂടെ നമുക്ക് ഒരാളോടും തടസ്സില്ല, ഒരാളോടും നമുക്ക് ഉറപ്പില്ല. കാളമ്പാടി ഉസ്താദിന്റെ ജനാസ കാണിക്കാൻ വേണ്ടി ആർക്കും വരുന്നത് തടസ്സമില്ലാതെ കൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ വന്നു, ടി കെ ഹംസ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വന്നു, മുജാഹിദ് പ്രസ്ഥാനക്കാർ വന്നു, എല്ലാവരും വന്നു. ഒരാളോടും നമ്മൾ കാണിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും കാണിച്ചു പറ്റുന്നവരൊക്കെ ഒരു നിലപാടെടുത്തു. നമുക്കൊരാശയം ഉണ്ടായിരുന്നു. അരമണിക്കൂർ ഇടപെട്ട ഖുർആനോട് യാസീൻ, ആ യാസീന്റെ സമാപനത്തിൽ നിസ്കരിക്കും. 41 ജമാഅത്താണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. അങ്ങനെ ആ ജമാഅത്ത് നിർവഹിക്കപ്പെടുന്ന സമയത്ത് വരുമ്പോ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നിസ്കരിക്കാം. ഓരോ ജമാഅത്ത് നടക്കുമ്പോഴും പ്രഖ്യാപിക്കും അടുത്ത ജമാഅത്തിന്റെ ഇമാം ആരാണ്. അതിന്റെ ഇടയിൽ കയറി ഇമാം ആവാൻ ആരെ നോക്കിയാൽ അതും വിസ്മരിക്കില്ല. അതൊരു പണ്ഡിതനോടുള്ള എതിർപ്പല്ല, അതൊരു പണ്ഡിതനോടുള്ള എതിർപ്പല്ല. ആരെ എതിർക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. ആ കൂട്ടത്തിൽ ജമാഅത്തായി നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ആർക്ക് വന്ന് ജമാഅത്തിന്റെ കൂടെ കൂടാ. അന്ന് ദുആ ചെയ്യുമ്പോൾ ആരാണ് അടുത്ത ദുആക്ക് നേതൃത്വം നൽകുന്നത് അതും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ദുആയിൽ കൂടാം, ആർക്കും എതിർപ്പില്ല. ഇനി ആ ജമാഅത്ത് കാത്തിക്കാൻ ആർക്കും നേരല്ലേ, സ്വന്തമായി നിസ്കരിക്കാം. ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദിന് വളരെ ക്ഷീണമുണ്ട്, വയോവൃദ്ധനാണ് അദ്ദേഹം തെക്കിന്റെയും തിരക്കിന്റെയും ഇടയിൽ അത് വളരെ സാഹസപ്പെട്ടുകൊണ്ട് മഹാനായ പാറന്നൂർ ഉസ്താദ് വന്നു. ഞങ്ങൾ പറഞ്ഞ ഉസ്താദ് ഇവിടെ നിൽക്കുന്നെങ്കിൽ അടുത്ത ജമാഅത്തിന്റെ ടൈം ആകുന്നു, ഈ ആസിയോതി കഴിഞ്ഞ ഉടൻ നമുക്ക് നടത്താം എന്നും. സഹോദരർക്ക് നേരമില്ല, എനിക്ക് നിസ്കരിക്കണം, ഞാൻ സ്വന്തം നിസ്കരിച്ചോളാം. സമസ്തയുടെ ഏറ്റവും വലിയ നേതാവാണ് മഹാനായ പാറന്നൂർ ഉസ്താദ്. പാറന്നൂർ ഉസ്താദ് ആ ജമാഅത്തിന് കാത്തിക്കാൻ അദ്ദേഹത്തിന് നേരമില്ലാത്തപ്പോൾ അദ്ദേഹം തന്നെ തീരുമാനിച്ചെന്താ സ്വന്തം നിസ്കരിക്കാം. അദ്ദേഹം സ്വന്തം നിസ്കരിച്ചതാണ്. പാറന്നൂർ ഉസ്താദ് സ്വന്തം നിസ്കരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ഒരാള് ജമാഅത്തും നടത്തി, അദ്ദേഹത്തിന്റെ മകനാ തോന്നുന്നു. അങ്ങനെ സ്വന്തം ദുആ ചെയ്തു. ആർക്കും അങ്ങനെ ചെയ്യാമല്ലോ, ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷേ അതിനിടയിൽ കയറി ആളാവാൻ വന്നാൽ അത് വിഷമം സൃഷ്ടിക്കും. കാന്തപുരം മുസ്ലിയാർ ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി ഉസ്താദിന്റെ ജനാസ കാണാൻ വന്നു. വരാം, നമ്മൾ അതിനുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കും. അദ്ദേഹം വന്നു. ഞങ്ങൾ അന്ന് തന്നെ തീരുമാനിച്ചു, വളണ്ടിയർമാരായ പ്രവർത്തകർ അപ്പം തന്നെ തീരുമാനിച്ചു, കാന്തപുരത്തിന്റെ കൂടെ 1 or 2 ആളുകൾക്ക് വേണമെങ്കിൽ ക്യൂ പാലിക്കാതെ ജനാസയുടെ അരികത്തേക്ക് വരാം. ബാക്കിയുള്ളവരൊക്കെ തന്നെ ക്യൂ നിന്നോളണം. കാരണം വൈകുന്നേരം 4 മണി മുതൽ ക്യൂ നിൽക്കുന്നവരാണ്, വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ക്യൂ നിൽക്കുന്നവരാണ്. അവർക്കൊന്ന് കാണാൻ വേണ്ടി നീണ്ട കിലോമീറ്റർ അപ്പുറം വരെ ജനാസയ്ക്ക് ക്യൂ ആണ്, കാണാനുള്ള ക്യൂ ആണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, കാളമ്പാടി ഉസ്താദിനെ നെഞ്ചിലേറ്റിയ ധീരരായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, വയോവൃദ്ധന്മാര് വരെ അതിലുണ്ട്. അവരൊക്കെ കാത്തു നിൽക്കുമ്പോ കാളമ്പാടി ഉസ്താദിനെ മൂരിയുടെ സമസ്തക്ക് കാള പ്രസിഡന്റായി എന്ന് പറയുന്നവന്റെ നേതാവ് അയാളെ വേണമെങ്കിൽ പരിഗണിക്കാമെന്നല്ലാതെ അതും ഞങ്ങളുടെ ക്ഷമയുടെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും അങ്ങേയറ്റമാണ്. ക്യൂ നിൽക്കാതെ ആണെങ്കിലും ആൾക്കാവാം. പക്ഷെ ആൾ കൂടെ വരുന്നവര് ഞങ്ങളെ പോലെ തന്നെ നിൽക്കണം. അത് സുന്നിയുടെ തീരുമാനമാണ്. പക്ഷെ അതിന് മെനക്കെടാതെ അയാളുടെ കൂടെ ഒരു പട വന്നു. അതുവരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യൂ, ആ ക്യൂ പൊട്ടിച്ചിട്ടാണ് വരുന്നത്. വന്നപ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും പ്രവർത്തകർ ചെയ്തു കൊടുത്തു. കണ്ടതിന്റെ ശേഷം പിന്നെ ക്യാമറ ഓൺ ചെയ്യാൻ ഒരു കൂട്ടർ കൊണ്ടുവന്ന ക്യാമറ തിരിച്ചിട്ട് അതൊന്ന് ആഘോഷിക്കാം. എന്നിട്ടൊരു പക്ഷേ അവിടെ നിന്ന് തൊട്ടപ്പുറത്ത് പത്രസമ്മേളനം നടത്തുമെന്താ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയിൽ ഒരു നിഷ്പക്ഷവതിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറെ ആ കാലത്തെ സ്വപ്നമാണ് സുന്നികളുടെ ഐക്യം. അതുകൊണ്ട് കാളമ്പാടി ഉസ്താദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാനുമായി എല്ലാവരും ധാരണയിലെത്തണം എന്നൊരു പക്ഷേ ഇയാൾ പത്രസമ്മേളനം നടത്തും. അത് അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജനാസ സന്ദർശിച്ചുകൊണ്ട് ഇയാൾ കാണിച്ച നാടകം നമുക്കറിയാം. പാണക്കാട് തങ്ങളുടെ സ്വപ്നമാണ് EKP ലയനം, സുന്നി ലയനം, സുന്നി ഐക്യം. അതുകൊണ്ട് തങ്ങളുടെ വഴി എല്ലാവരും പിന്തുടർന്ന് ഇയാൾ പത്രസമ്മേളനം നടത്തിയതാണ്. അങ്ങനെ പാണക്കാട് തങ്ങൾക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങൾ പറയുക കാളമ്പാടി ഉസ്താദിനോട്, ചെറുശ്ശേരി ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഇയാളോട് മാത്രം എങ്ങനെ പറയാം? ഇല്ലാത്ത കഥ ഉണ്ടാക്കുന്ന ഏർപ്പാട് ഇയാൾ അഗ്രഗണ്യനാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാകുമെന്ന് ഓർത്തുകൊണ്ട് അവിടെ ഒരു പത്രസമ്മേളനം വേണ്ട.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊരു ജനാസ നിസ്കാരം അത് വേണ്ട. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലൊരു പ്രാർത്ഥനാ സദസ്സ് ആയത്തെ മൈക്കയിലെടുക്കുക, എന്നിട്ട് അയാൾ ദ്വാരിക്കുക, കുറെ ആളുകൾ ആമീൻ പറയാം, വേണ്ട. അദ്ദേഹത്തിന് കാലമഴസാദിന് മഫറത്ത് വേണമെന്ന് ദ്വാരക്കണോ, ദ്വാര ചെയ്തോട്ടെ. അദ്ദേഹത്തിന് മൈസ്കരിക്കണോ, മൈസ്കരിച്ചോട്ടെ, ഒരു കുഴപ്പവും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഷൈൻ ചെയ്യരുത്, ആളാണ്. അത് ചെയ്യാൻ ശ്രമിച്ചപ്പോ ചില പ്രവർത്തകന്മാർക്ക് അത് അസ്വസ്ഥതയായി തോന്നിയിട്ടുണ്ട്. അപ്പൊ ചില തിക്കും തിരക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ട് പരമാവധി സാഹസപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചു, രക്ഷപ്പെടുത്തി. ഒരു കുഴപ്പമില്ല. അനൗൺസ്മെന്റ് നന്നായി നടത്തി. അസസകാവി പറഞ്ഞു, സമസ്തയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നവർ മടങ്ങിപ്പോകാനാണ് ആഗ്രഹമെങ്കിൽ അവർ മടങ്ങിപ്പോകുമ്പോൾ സുരക്ഷിതമായി മടക്കിയാക്കണം എന്ന് ബഹുമാനപ്പെട്ട അസസകാഫിയും അനൗൺസ്മെന്റ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ഇതിന് വിരുദ്ധമായി പിറ്റേന്ന് തേജസ് പദം റിപ്പോർട്ട് ചെയ്തു. തടയാൻ ശ്രമിച്ചു, നേതാക്കൾ ഇടപെട്ടിട്ടാണ് തടി രക്ഷപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു. തെറ്റാണ്, യാതൊരു നിൽക്കുണ്ടായിട്ടില്ല. പിന്നെ യൂട്യൂബ് മുഖേന പല വഴിയും പലതും പ്രചരിപ്പിച്ചപ്പോ പല ആളുകളും ബന്ധപ്പെട്ടു. സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട കൂട്ടുപല ടി എം ബാപ്പു മുസ്ലിയാർ അടക്കമുള്ളവർ ഈ വിഷയം അറിയാൻ വേണ്ടി കാന്തപുരത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടായിട്ടുണ്ടായി? ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് വന്നപ്പോ, ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോ, ഞങ്ങളുടെ ഉസ്താദിന്റെ ജനാസ കാണാൻ വന്നപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാകാൻ പറയപ്പെടുന്ന ആളുകൾ പലതും പറയുന്നുണ്ട്. എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടാവാം. അയാൾ ഞാനും വിളിച്ചു നിജസ്ഥിതി അറിയാൻ. ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ കാരണം എന്നോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങളും അസസകാഫിയുമാണ് അയാളെ തടഞ്ഞത് എന്നും മറ്റു പല പ്രചരണമുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞോ? ഈ മാതിരിയൊക്കെ പണിയെടുത്തിട്ട് ഈ പ്രവർത്തകരുടെ ഇയാൾക്ക് മയ്യത്ത് കാണാനുള്ള, ജനാസ കാണാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ട് അയാൾ ഇതാണോ പറയുന്നത്? എനിക്ക് അയാളോട് സംസാരിക്കണം. ഞാൻ നേരിട്ട് അയാളെ വിളിച്ചപ്പോ അയാളുടെ സ്വന്തം പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, സാർ ഒരു അംബാസഡറുമായി സംസാരിക്കാൻ. ഞാൻ എനിക്ക് തിരക്കില്ല, പിന്നെ വിളിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ അദ്ദേഹം തിരിച്ചുകൊണ്ട് വിളിച്ചപ്പോ ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ